അമേരിക്കയുടെ കിഴക്കൻ തീരപ്രദേശങ്ങളിൽ ആഞ്ഞടിച്ച ശക്തമായ കൊടുങ്കാറ്റിൽ വ്യാപക നാശം. റോഡുകൾ തകരുകയും വിമാനയാത്രകൾ വൈകുകയും ചെയ്തു. വടക്കുകിഴക്കൻ മേഖലയിൽ കനത്ത മഴയും കാറ്റും, തീരദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഉണ്ടായി. ന്യൂയോർക്ക്, ന്യൂജേഴ്സി എന്നിവിടങ്ങളിൽ അടിയന്തരാവസ്ഥ തുടരുകയാണ്. മണിക്കൂറിൽ 60 മൈൽ വരെ വേഗതയുള്ള കാറ്റും കനത്ത മഴയും ഉണ്ടാകുമെന്നാണ് പ്രവചനം. ന്യൂയോർക്ക് സിറ്റിയുടെ തീരദേശ മേഖലകളിൽ വെള്ളപ്പൊക്കത്തിനും കാറ്റിനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂജേഴ്സിയിൽ ശനിയാഴ്ച രാത്രി മുതൽ അടിയന്തരാവസ്ഥ നിലവിലുണ്ട്. ഞായറാഴ്ച വൈകുന്നേരം ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോച്ചുൽ 8 തെക്കൻ കൗണ്ടികളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും വെള്ളപ്പൊക്കം, മിന്നൽ പ്രളയം, മണിക്കൂറിൽ 60 മൈൽ വരെ കാറ്റ്, 5 ഇഞ്ച് വരെ മഴ എന്നിവ പ്രതീക്ഷിക്കാവുന്നതായാണ് പ്രവചനം. ന്യൂയോർക്ക് സിറ്റി, ലോങ് ഐലൻഡ്, തെക്കൻ വെസ്റ്റ്ചെസ്റ്റർ കൗണ്ടി എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച ഉച്ചവരെ തീരദേശ വെള്ളപ്പൊക്കത്തിനും കാറ്റിനുമുള്ള മുന്നറിയിപ്പ് നിലവിലുണ്ട്. ലോങ് ഐലൻഡിൽ 3 ഇഞ്ച് വരെ മഴയും ശക്തമായ കാറ്റും പ്രതീക്ഷിക്കുന്നുണ്ട്. ഞായറാഴ്ച രാവിലെ തന്നെ മണിക്കൂറിൽ 30 മൈൽ കൂടുതൽ വേഗതയുള്ള കാറ്റ് ഈ മേഖലയിൽ രേഖപ്പെടുത്തി. വടക്കു പടിഞ്ഞാറൻ നോർത്ത് കരോലിന മുതൽ ന്യൂജേഴ്സി തീരത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വെള്ളപ്പൊക്ക സാധ്യതയാണ് ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നാഷണൽ വെതർ സർവീസസിലെ മെറ്റീരിയോളജിസ്റ്റ് ബോബ് റൊവക് പറഞ്ഞു. അലാസ്കയിലെ കിപ്നുക്, ക്യുഗിൽലോഗ് എന്നീ ഗ്രാമങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇവിടങ്ങളിൽ 20ഓളം പേരെ കാണാനില്ലെന്ന് അധികൃതരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. ഇവിടങ്ങളിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വീടുകൾ ഒഴുകിപ്പോയെന്നും ആളുകൾ അതിൽ ഉണ്ടായിരുന്നിരിക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. വിവിധയിടങ്ങളിൽ റോഡുകളും നടപ്പാതകളും വെള്ളത്തിനടിയിലായി. ശക്തമായ കാറ്റിൽ വൈദ്യുതി വിതരണം താറുമാറായി. ഡെലാവെയറിൽ വെള്ളപ്പൊക്കത്തെയും ശക്തമായ കാറ്റിനെയും തുടർന്ന് നാഷണൽ ഗാർഡിനെ വിന്യസിച്ചു. സൗത്ത് കരോലിനയുടെ തീരപ്രദേശങ്ങളിലും ഇതിനോടകം മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. സൗത്ത് കരോലിനയിലെ ജോർജ് ടൗൺ കൗണ്ടിയിൽ വ്യാപകമായ വെള്ളപ്പൊക്കം ഉണ്ടായി. വാഹനങ്ങൾ വെള്ളത്തിനടിയിലായതിനെ തുടർന്ന് നിരവധി ഡ്രൈവർമാരെ രക്ഷപ്പെടുത്തി. തെക്കുകിഴക്കൻ ന്യൂ ഇംഗ്ലണ്ട്, ന്യൂയോർക്ക് സിറ്റി എന്നിവിടങ്ങളിലും കനത്ത മഴ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. വാഷിംഗ്ടൺ DC മുതൽ ബോസ്റ്റൺ വരെയുള്ള വിമാനത്താവളങ്ങളിൽ വിമാനങ്ങൾ വൈകുകയും റദ്ദാക്കുകയും ചെയ്തു. പ്രധാന വിമാനത്താവളങ്ങളിൽ തിങ്കളാഴ്ചയും വിമാന സർവീസുകളിൽ കാലതാമസവും റദ്ദാക്കലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിമാനത്താവളത്തിൽ പല വിമാനങ്ങൾക്കും ഏകദേശം 80 മിനിറ്റ് വരെ കാലതാമസം നേരിട്ടു. കൊടുങ്കാറ്റിനെ തുടർന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ നിരവധി വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഡിലേകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ശരാശരി കാലതാമസം 2 മണിക്കൂറോളം ആണ്. അലാസ്കയിലെ ബഥേൽ വിമാനത്താവളത്തിലെ റൺവേക്ക് കേടുപാടുണ്ടായിട്ടുണ്ട്. കിഴക്കൻ തീരത്തിലുടനീളം ജാഗ്രത പാലിക്കാൻ പ്രാദേശിക നേതാക്കൾ താമസക്കാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്യാവശ്യമാണെങ്കിൽ മാത്രമേ റോഡിൽ ഇറങ്ങാവൂ എന്ന് ന്യൂജേഴ്സി ഗവർണർ തഹേഷ വേ താമസക്കാരോട് നിർദ്ദേശിച്ചു. ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോച്ചുലും മേരിലാൻഡ് ഗവർണർ വെസ് മൂറും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം തിങ്കളാഴ്ച ഉച്ചവരെ കിഴക്കൻ തീരത്ത് 40 മുതൽ 55 മൈൽ വരെ വേഗതയുള്ള ശക്തമായ കാറ്റ് തുടരും. ചൊവ്വാഴ്ച രാവിലെ വരെ വടക്ക് കിഴക്കൻ തീരത്ത് കാറ്റ് തുടരാൻ സാധ്യതയുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.